ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുംബൈയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി നേരെ കടപ്പാട്ടൊരു വീട്ടിലേക്ക് വരികയാട്ടോ. അലീനയുള്ള വീട്ടിൽ താമസിക്കാൻ കഴിയില്ലെന്ന് വൈജ ശിവേട്ടനോടും ഗംഗേട്ടനോടും ഒക്കെ തുറന്നു പറയുന്നുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വൈജ ഇങ്ങനെ പറയുമ്പോഴേക്കും അലീനയ്ക്ക് അത് ഭയങ്കര വിഷമാവുന്നുണ്ട്. അലീന ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ, എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കണോ അച്ഛാ? അച്ഛൻ്റെ അമ്മയുടെയും ജീവിതം തകർത്തോണ്ട് എനിക്ക് ഇവിടെ നിൽക്കാനാവില്ല. അച്ഛൻ എന്നെ ഒരു മകളായിട്ട് കണ്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എന്നോട് കാണിക്കുന്ന സ്നേഹം സത്യമാണെങ്കിൽ അച്ഛൻ എന്നെ പോകാൻ അനുവദിക്കണം. ഞാൻ ഇനി ഇവിടെ നിന്ന കാര്യങ്ങൾക്ക് കൂടുതൽ കുഴപ്പത്തിലേ ആകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രന്റെ അടുത്ത് പോകാനുള്ള അനുവാദം ചോദിക്കുകയാണ് അലീന. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല മോളെ, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വൈജയുടെ മുമ്പിൽ ഞാൻ വെറും പൊട്ടനെ പോലെ നിൽക്കേണ്ടി വരും. നിന്നെ മുൻനിർത്തി വേണം എനിക്ക് അവളോട് പകരം ചോദിക്കാൻ. കഴിഞ്ഞ 23 വർഷക്കാലമായിട്ട് അവൾ എന്നെ വിഡ്ഢിവേഷം കെട്ടിക്കുകയല്ലായിരുന്നോ? അതിനെനിക്ക് പകരം ചോദിച്ചേ പറ്റുള്ളൂ. അവളെ അങ്ങനെ ഞാൻ വെറുതെ വിടില്ല എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അച്ഛാ, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ അച്ഛാ? ഇനി അമ്മയോട് അച്ഛന് പുറത്തൂടെ? അമ്മയോട് ഇച്ചിരി ക്ഷമ കാണിച്ചൂടെ? രണ്ടുപേരും ഇങ്ങനെ വാശി കാണിച്ചാൽ ഒരു കുടുംബം ഇല്ലാതായി പോകുന്നത്. എന്തായാലും എനിക്ക് ഇവിടെ നിന്നോണ്ട് ഈ കുടുംബം തല്ലിപ്പിരിയുന്നത് കാണാനാവില്ല അച്ഛാ. ഞാൻ ഈ കുടുംബത്തിന് അധികപ്പറ്റായിട്ട് ഇവിടെ നിൽക്കുന്നില്ല. എൻ്റെ അമ്മേനെ ഒന്ന് കാണണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതെന്തായാലും നടന്നു. അമ്മയെ കാണണമെന്നും കൂടെ നിൽക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളെല്ലാം നടന്നു. ഇനി ഇവിടെ നിന്ന് വെറുതെ ഞാൻ എന്തിനാച്ചാ പ്രശ്നങ്ങൾ കൂട്ടുന്നത്? ഇനി ഞാൻ ഇവിടെ നിന്ന് വെറുതെ എന്തിനാച്ചാ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ അലീന പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ വൈജയുടെ നിലപാടുകളെല്ലാം അറിയിച്ചുകൊണ്ട് ബാലചന്ദ്രൻ നല്ല ദേഷ്യത്തിലാണ് കേട്ടോ. ആ സമയത്താണ് അലീന ഇവിടുന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നത്. അതും കൂടെ കേട്ട് കഴിയുമ്പോഴേക്കും ബാലചന്ദ്രന് തന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ ആവുകയാണ്. ബാലചന്ദ്രൻ ഭയങ്കര ദേഷ്യത്തിൽ അലീനയോട് പറയുന്നുണ്ട്, അലീന, നിനക്ക് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ പോകാം. ഇനി ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നില്ല. പക്ഷെ നീ ഒന്ന് ഓർത്തോണം, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും നിന്റെ അമ്മയുടെ കൂടെ ഞാൻ സുഖമായിട്ട് ഇവിടെ ജീവിക്കാനൊന്നും പോകുന്നില്ല. ഇനി ഇതുപോലെ വിഡ്ഢിവേഷം കെട്ടി മുന്നോട്ടുള്ള കാലം ജീവിച്ചു തീർക്കാൻ എനിക്ക് ആവില്ല. അവളെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാനോ അവളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാനോ ഞാനില്ല. അവളെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പോലും എനിക്ക് ഇനി കഴിയില്ല. അതൊക്കെ നീ മനസ്സിൽ ഓർത്തോണം. ഇനി അങ്ങനെ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാനും ഈ ബാലചന്ദ്രനെ കിട്ടില്ല. നിനക്ക് പോകണമെങ്കിൽ പോകാം. നിന്നെ ഞാൻ ഇനി പിടിച്ചു നിർത്തുന്നില്ല. അല്ലെങ്കിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ടവനാ ഞാൻ ഇനി എന്ത് നോക്കാനാ? എല്ലാ അർത്ഥത്തിലും ഞാൻ പറ്റിക്കപ്പെട്ടവനായിപ്പോയി. അതുകൊണ്ട് ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല. എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. നീ പോയി ആലോചിക്കേ, എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കുന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അലീന ആകെ പെട്ടുപോയ അവസ്ഥയിൽ തന്നെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. കാരണം ഇതിനു മുമ്പും ഇതുപോലെ പോകാനുള്ള തീരുമാനങ്ങൾ എടുത്തപ്പോഴേക്കും ആ സമയത്തും ബാലചന്ദ്രൻ അവളെ പോകാതെ പിടിച്ചു നിർത്തുകയാണല്ലോ ചെയ്തത്. ഇനിയും അലീന ഇവിടുന്ന് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇനി ഒന്നും നോക്കാനില്ല. വൈജയുമായുള്ള എല്ലാ ബന്ധവും പാടെ ഉപേക്ഷിക്കാനാണ് ബാലചന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു തീരുമാനവും എടുക്കാൻ കഴിയാതെ അലീന ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയത്തായിരിക്കും മനു അങ്ങോട്ടേക്ക് വരുന്നത്. താൻ വന്നതിന് ശേഷമാണല്ലോ ഈ ദുരന്തങ്ങളെല്ലാം സംഭവിച്ചെന്നൊക്കെ ഓർത്തോണ്ട് തന്നെ അലീന ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും മനു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി അലീന? അലീന എന്തിനാ കരയുന്നേ? മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ. ഇവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഏയ് ഇല്ല മനുവേട്ടാ, ഞാൻ കരഞ്ഞൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും, എന്നോട് തന്നെ പറയണം. തന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ താൻ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. ഇപ്പം ഇങ്ങനെ കരയാൻ മാത്രം എന്ത് പ്രശ്നമാണാവോ ഉണ്ടായത്? ബബിതയും രോഹിത്തും നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇല്ല മനുവേട്ട, അവരാരും എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് അലീന പറയുന്നുണ്ട്. എന്തോ വിഷമമുണ്ട്, എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ തനിക്ക് എന്നോട് പറയാട്ടോ എന്ന് പറയുകയാണ് മനു. ഏയ് ഒന്നുമില്ല മനുവേട്ട, അത് മനുവേട്ടന് വെറുതെ തോന്നുന്നതാ. മനുവേട്ടൻ ഇരിക്കുക, ഞാൻ ഇപ്പം തന്നെ ചായ എടുക്കാം എന്നിങ്ങനെ അലീന പറയുമ്പോഴേക്കും മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്ത് ചെയ്യുന്നു? അച്ഛൻ മോളിലെ റൂമിലുണ്ട് മനുവേട്ടാന്ന് പറയുമ്പോഴേക്കും, ഞാൻ ഒന്ന് അങ്കിളിനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മനു നേരെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. മനു നേരെ മുകളിലേക്ക് കയറി ചെന്നിട്ട് ഡോറിൽ മുട്ടിയിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. ആഹാ മനുവോ, നീ എപ്പോഴാ മനു വന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഞാനിപ്പം വന്നതേ ഉള്ളൂ അങ്കിൾ എന്ന് പറയുകയാണ് മനു. അല്ലെങ്കിലേ ഇപ്പം എങ്ങനെയുണ്ട്? ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അറിയാമെന്ന് കരുതി ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയുമ്പോഴേക്കും, നീ താഴെ അവരാരെയും കണ്ടില്ലേ എന്നിങ്ങനെ ചോദിക്കാട്ടോ. ഇല്ല, ഞാൻ അലീനയെ മാത്രമേ കണ്ടുള്ളൂ. ബാക്കി ആരും എവിടെയെന്ന് ഞാൻ ചോദിച്ചുമില്ല. അങ്കിൾ എന്തെന്ന് വെച്ചപ്പം അലീന മോളിലുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അങ്കിളിനെ കണ്ടിട്ട് ബാക്കിയുള്ളവരെ കാണാമെന്ന് കരുതി ഞാൻ നേരെ ഇങ്ങി പോകുന്നെന്ന് പറയുക. ആൻറ്റി ഇങ്ങോട്ടേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട് അങ്കിളെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അതേക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല മനു. ഞാൻ അവളുടെ കാര്യത്തിൽ ഒന്നിലും ഇടപെട്ടിട്ടില്ല. ഇനി അങ്ങോട്ടേക്ക് അവളുടെ കാര്യങ്ങളൊന്നും ഇടപെടാനും നിൽക്കുന്നില്ല. ഇങ്ങോട്ടേക്ക് വരണമെന്നോ വരണ്ടാന്നോ ഒന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വീട്ടിൽ അവൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. എൻ്റെ കുട്ടികളുടെ അമ്മ എന്നുള്ളൊരു പരിഗണനയൊക്കെ അവൾക്ക് കിട്ടിക്കോട്ടെ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ ഭാര്യ എന്നുള്ള സ്ഥാനത്തു നിന്ന് ഞാൻ അവളെ എപ്പോഴേ തുടച്ചു കളഞ്ഞു. ഇനി ആ സ്ഥാനത്ത് അവളില്ല. ഇനി എനിക്ക് അങ്ങനെ ഒരു ഭാര്യയില്ല. അതാ എൻ്റെ തീരുമാനം എന്ന് തന്നെ പറയുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അങ്കിളെ, അങ്ങനെ നമുക്ക് തൂത്തുടച്ച് കളയാൻ പറ്റുന്ന ബന്ധമാണോ?
അങ്കിൾ എന്തായാലും ഇപ്പം ആ വിഷയത്തെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യണ്ട. ആൻറ്റിയുടെ കാര്യം നമുക്കറിയാമല്ലോ, ആൻറ്റി ചെയ്ത തെറ്റ് തന്നെയാ. എന്നാലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആങ്ങളമാരെല്ലാവരും കൂടെ ചേർന്ന് ആൻറ്റിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടാക്കിയില്ലേ. ഇനി കുറച്ച് ദിവസം ആൻറ്റി ഇവിടെ നിൽക്കട്ടെ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അലീനയോടുള്ള പെരുമാറ്റത്തിൽ അവർക്ക് മാറ്റമൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അത് കഴിയുമ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന് പറയുകയാണ് കേട്ടോ. അലീന നിന്നോട് എന്നാ പറഞ്ഞു എന്നിങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും അലീന എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല അങ്കിളെ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവളപ്പോൾ നിന്നോട് ഒന്നും പറഞ്ഞില്ലേന്ന്. ഇല്ല അങ്കിളെ, എന്നോട് അവൾ ഒന്നും തന്നെ പറഞ്ഞില്ല. എന്താ അങ്കിളെ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജ ഇന്നലെ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നല്ലോ അലീനയുള്ള വീട്ടിൽ അവൾ നിൽക്കില്ല എന്ന്. രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ ഇവിടെ നിൽക്കുകയുള്ളൂ എന്നൊക്കെ. അതൊക്കെ അവളെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അവൾ കുറച്ച് മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം അവൾ ഈ വീട്ടിൽ നിന്ന് പോവുകയെന്ന്. അതിനു വേണ്ടിയിട്ടാണോടാ മനു ഞാൻ അവളെ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ സ്വന്തം മോളെ പോലെ ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത്. ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് അവൾ കാരണം ഉണ്ടായതാന്ന്. അതുകൊണ്ട് അവൾ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാന്ന്. അങ്ങനെ അവൾ പോയാൽ മാത്രം ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് തോന്നുന്നുണ്ടോടാ? ഒരിക്കലുമില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. അലീന ഈ വീട്ടിലുള്ളതുകൊണ്ട് മാത്രമാണ് അവൾ ഇപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയേനെ. എനിക്കും വേണ്ട, എൻ്റെ മക്കൾക്കും വേണ്ട അവളെ എവിടാന്ന് വെച്ചാൽ പോയി ജീവിച്ചോട്ടെ, എന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ. ആരും അവളുടെ ഒരു കാര്യവും അന്വേഷിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയുകയാണ്. ഓഹോ, അപ്പൊ ഇതൊക്കെയാണല്ലേ കാര്യങ്ങള്. ഇത് ഓർത്തിട്ടായിരിക്കുമല്ലേ അലീന മേഡം അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയ സംശയം തോന്നിയതാ. അതാ ഞാൻ അങ്കിളിനെ കാണാനായിട്ട് നേരെ ഇങ്ങി വന്നതെന്ന് തന്നെ പറയുകയാണ് കേട്ടോ മനു. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീന അവള് മാത്രമേ എനിക്ക് ആകെയുള്ളൊരു പിടിവള്ളി. അവളും കൂടി ഇല്ലെങ്കിൽ പിന്നെ എല്ലാം എൻ്റെ കൈവിട്ട് പോകും. എൻ്റെ സകല നിയന്ത്രണങ്ങളും പോകും. പിന്നെ സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ച് തന്നെ വയസ്സയുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറയേണ്ടി വരും. അറിയാതെ ഞാൻ പറഞ്ഞു പോകും എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അവളെ മുൻനിർത്തിയാണ് ഞാൻ ഈ കളി കളിക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം പാതി വഴിയിൽ വെച്ച് അവൾ പോവാന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്താടാ മനു പറയേണ്ടത്? ഞാൻ ഫാമിലി കോർട്ടിലെ അലീനയെ മുൻനിർത്തിയാണ് അവളെ പൊളിച്ചെടുക്കാൻ പോകുന്നത്. അതെല്ലാം അവൾക്ക് അറിയാവുന്ന കാര്യങ്ങളാ. എന്നിട്ടും അവൾ എന്നെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഓരോന്ന് ചോദിച്ചുകൊണ്ട് വന്നേക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അവളോട് പറഞ്ഞത് നിനക്ക് പോകണമെങ്കിൽ പൊയ്ക്കോളാൻ. പിന്നെ അവളുടെ അമ്മയും ഞാനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല എന്നും അവളെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചിറക്കുമെന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞു. അതൊക്കെ വിഷമമായി കാണും. കരയട്ടെ, എൻ്റെ മനസ്സിലെ വിഷമമൊന്നും ആരും കാണുന്നില്ലല്ലോ. ഞാനിവിടെ തീ തിന്നോട്ട് നടക്കുക എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ലല്ലോ. സകല പിടിയും വിട്ട് നടക്കുക ഞാൻ. നിനക്കറിയാമല്ലോ ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പം നടക്കുന്നതെന്ന്. എല്ലാം ഓർത്തിട്ട് തലയ്ക്കകത്ത് ഭ്രാന്ത് പിടിച്ച പോലെയാ. ആ സമയത്ത് അവൾ ഇവിടുന്ന് പോവാന്നും കൂടി പറയുന്നത്. എനിക്ക് എങ്ങനെ അത് സഹിക്കാൻ കഴിയും മനു? നീ തന്നെ പറ എന്നിങ്ങനെ പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, അങ്കിളെ അലീന ഇവിടുന്ന് എങ്ങും പോകില്ല. അവൾക്ക് അങ്ങനെ പോകാനും കഴിയില്ല. അലീന ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് അവൾക്ക് അറിയാമല്ലോ. ആന്റി അങ്ങനെ പറഞ്ഞ വിഷമത്തിലായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അങ്കിൾ അത് കാര്യമാക്കി എടുക്കണ്ട. അങ്ങനെ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവൾ എവിടെ പോകാനാ? അവൾക്ക് അങ്ങനെ പോയി നിൽക്കാൻ വേറെ ഒരിടം ഉണ്ടോ? അങ്കിൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രനെ സമാധാനിപ്പിക്കുന്നുണ്ട് മനു. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ഇടയിൽ കിടക്കുന്ന കുറച്ച് പേരും കൂടി ഈ വീട്ടിലുണ്ട്. ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് മക്കളും കൂടിയാണെന്നുള്ളത് ഓർമ്മ വേണം. ഭവതിയും കൃഷ്ണമോളും രോഹിത്തും അലീനയും അവർക്ക് എല്ലാവർക്കും തന്നെ വിഷമമുണ്ട്. അതുകൊണ്ട് അങ്ങൾ ഈ സമയത്ത് കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാട്ടോ മനു. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല മനു, അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ല. കഴിഞ്ഞ 23 വർഷമായിട്ട് ഞാൻ ഈ വെടിവേഷം കെട്ടി നടക്കുകയല്ലേ. അവൾക്കും അവളുടെ ആങ്ങളമാർക്കും അവളുടെ അമ്മയ്ക്കും ഒക്കെ ഈ സത്യങ്ങൾ അറിയായിരുന്നു. ഇത്രയും നാളും അവൾ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ കഴിഞ്ഞു. ഇത്രയും നാളിനിടയിൽ അവൾ ഒരു പ്രാവശ്യമെങ്കിലും എന്നോട് ഈ സത്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതൊക്കെ ഒരുപക്ഷെ ക്ഷമിച്ചേനെ. പക്ഷെ അവൾ അപ്പോഴും വലിയ പരിശുദ്ധിയെ പോലെ എൻ്റെ മുമ്പിൽ അഭിനയിക്കുകയല്ലായിരുന്നോ? അവൾ മാത്രമാണോ അവളുടെ ആങ്ങളമാരും അവളുടെ അമ്മയും ഒക്കെ എന്നെ വെറും പൊട്ടനാക്കിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ? അതിനൊക്കെ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കണ്ടേ? അതുപോലും തിരിച്ചു ചോദിച്ചില്ലെങ്കിൽ എന്നെ വെറും കിഴങ്ങനായിട്ടല്ലേ അവർ കാണുള്ളൂ. എനിക്കതിന് കഴിയില്ല മനു. ഇത്രയും നാളും എൻ്റെ കുടുംബമായിരുന്നു എനിക്ക് വലുത്. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ അവരായിരുന്നു എനിക്ക് എല്ലാം. ആ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചത്. എന്നിട്ട് ഇത്രയും നാളും കഥ അറിയാതെ കളി കണ്ടോണ്ടിരിക്കുകയല്ലായിരുന്നോ? എന്തൊക്കെയായിരുന്നു അവരുടെ അഭിനയം? സമ്മതിച്ചേ പറ്റുള്ളൂ. ഇതിനൊന്നും ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കാൻ പോണില്ല മനു. ഇനി ഇതൊന്നും ക്ഷമിച്ച് മുന്നോട്ട് അവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ആവില്ല മനു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വ്യക്തമായ തീരുമാനം നിങ്ങളെ അറിയിച്ചത്. അലീനെ ഇവിടുന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞു വിടില്ല. അവൾ എൻ്റെ മോളെ പോലെ ഈ വീട്ടിൽ തന്നെ നിൽക്കും. അതുപോലെ വൈജ എന്ന സ്ത്രീ എൻ്റെ ഭാര്യയായിട്ട് ഇനി തുടരത്തുമില്ല. വൈജയെ ഭാര്യയായിട്ട് കാണാൻ എനിക്ക് ഇനി ആവത്തുമില്ല. ഇനി അങ്ങോട്ടേക്ക് ഞാൻ ഒറ്റയ്ക്കാ എന്ന് പറയും കേട്ടോ ബാലചന്ദ്രൻ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ അപ്പോൾ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചോന്ന്? അതേ മനു, ഞാൻ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെ ഞാൻ ഈ കളിക്ക് ഇറങ്ങിയത്. ഇവിടെ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അതുപോലെ അവൾ കേസായിട്ട് ഫാമിലി കോർട്ടിലേക്ക് വരട്ടെ. അവിടെ വെച്ച് അവൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. അലീന ആരാണെന്നും അവൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നും അവളെ ഞാൻ എന്തിനാണ് ഇവിടെ പിടിച്ചു നിർത്തിയതെന്നും എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവളുടെ മുഖത്ത് നോക്കി എനിക്ക് തന്നെ പറയണം.
അതാ എൻ്റെ വാശി. അപ്പം അവൾ നാണം കെട്ട് തല കുനിച്ച് നിൽക്കുന്ന എനിക്ക് കാണണം എന്നൊക്കെ പറയുക കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ട് അവൾ അങ്ങനെയെങ്കിലും തോൽവി സമ്മതിക്കട്ടെ എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളെ ഞാനെങ്ങനെയെങ്കിലും ആൻറ്റിയോട് സംസാരിച്ച് പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ നോക്കിയാലോ? ആൻറ്റിയുടെ ഭാഗത്തും ഒരു തെറ്റുള്ളതുകൊണ്ടാണ് അങ്കിള് ക്ഷമിക്കാത്തെന്നുള്ള രീതിയിൽ ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, വേണ്ട, ഇക്കാര്യം ഉന്നയിച്ച് അവളോട് ആരും സംസാരിക്കേണ്ട. അവളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. അതും എവിടെ വെച്ച് എപ്പോൾ കൊടുക്കണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊന്നും വൈജിയോട് സംസാരിക്കേണ്ട. ഈ പ്രശ്നത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ നീ നോക്കണ്ടെന്നും പറയുക കേട്ടോ മനുവിനോട്. അങ്ങനെ ബാലചന്ദ്രന്റെ മറുപടികളെല്ലാം കേട്ട് മനു ആകെ ഷോക്കായി നിൽക്കുകയാണ്. അങ്കിൾ ഇതുപോലെ സംസാരിക്കാൻ പെരുമാറുകയും ചെയ്യുന്നുവെന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എങ്ങനെ ഇനി സോൾവ് ചെയ്യുമെന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ മനു താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് മനുവിന് ചായ അലീന കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്താ മനുവേട്ട, അച്ഛൻ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോഴേക്കും, അങ്കിൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നീ കുറച്ചു മുമ്പ് അങ്കിളിൻ്റെ അടുത്ത് ഒരു കാര്യം അവതരിപ്പിച്ചായിരുന്നല്ലോ, അതിന്റെ ദേഷ്യത്തിലാ അങ്കിള്. ആ ദേഷ്യം എന്നോടും കാണിച്ചു എന്നിങ്ങനെ പറയാട്ടോ മനു. അയ്യോ, അച്ഛൻ മനുവേട്ടനോട് ചൂടായോ എന്ന് വെക്കുമ്പോഴേക്കും, അതുപോലൊരു കാര്യമല്ലേ നീ പറഞ്ഞത്, പിന്നെ എങ്ങനെ അങ്കിൾ എന്നോട് ചൂടാകാതിരിക്കും? അല്ല മനുവേട്ട, അച്ഛൻ എന്താ പറഞ്ഞേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, നീ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞോ അലീന? അലീനയുള്ള വീട്ടിലെ വൈജാൻറ്റി നിൽക്കുകയില്ലാന്ന് വൈജാൻറ്റി പറഞ്ഞുകൊണ്ട് നീ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചോ? അങ്ങനെ അങ്കിളിനോട് എന്ന് സംസാരിച്ചെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, പിന്നല്ലാതെ ഞാൻ എന്താ മനുവേട്ട ചെയ്യേണ്ടത്? രണ്ടുപേരും ഇങ്ങനെ കീരിയും പാമ്പിനെയും പോലെ ഇവിടെ കിടന്ന് ഇങ്ങനെ അടി കൂടിക്കൊണ്ടിരുന്ന ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാവോ? സ്വസ്ഥത ഉണ്ടാവോ? രണ്ടുപേർക്കും വാശിയാ, ആരും തോറ്റു കൊടുക്കുകയല്ലെന്ന് തീരുമാനിച്ചേക്കുകയാ. അതിനിടയിൽ ഞാൻ ഇവിടെ നിന്നോണ്ട് എന്ത് ചെയ്യാനാ? ഒരു കണക്കിന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതും ഞാനിവിടെ നിൽക്കുന്നതൊക്കെയാണല്ലോ ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണം. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയാലും നമുക്ക് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ടു. എന്നെ മുൻനിർത്തിക്കൊണ്ട അച്ഛൻ അമ്മയോട് പകരം വീട്ടാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും എനിക്ക് വേണ്ടവരാ, അച്ഛനും അമ്മയും. അവരിങ്ങനെ ഞാൻ കാരണം തമ്മിൽ തല്ലി പിരിയുന്നത് എനിക്ക് കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കാനാവുമോ മനുവേട്ട? എൻ്റെ മനസാക്ഷി അതിനെ സമ്മതിക്കുകയല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകാമെന്ന് തീരുമാനിച്ചെന്നൊക്കെ പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, നിന്റെ ഉദ്ദേശശുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി അലീന. ഇനി ഈ പ്രശ്നങ്ങളൊക്കെ തീരണം എന്നുണ്ടെങ്കിലേ ആൻറ്റിയോട് അങ്കിള് തന്നെ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തണം. അത് എപ്പോൾ വെളിപ്പെടുത്തണം, എങ്ങനെ വെളിപ്പെടുത്തണം എന്നൊക്കെയുള്ളത് അങ്കിള് തീരുമാനിച്ചു വെച്ചേക്കുക. ആൻറ്റി കേസുമായിട്ട് ഫാമിലി കോർട്ടിൽ എത്തുന്ന സമയത്ത് നിന്നെ മുൻനിർത്തിക്കൊണ്ട് ആൻറ്റിയെ പൊളിച്ചെടുക്കാൻ അങ്കിള് പദ്ധതി ഇടുന്നത്. അത് അങ്കിൾ അങ്ങനെ ചെയ്യുകയും ചെയ്യും. അങ്കിളുടെ മനസ്സിലിപ്പോൾ അതൊരു വാശിയായിട്ട് മാറിയിരിക്കുക. അതുകൊണ്ട് ഈ സമയത്ത് നീ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞാൽ അത് അങ്കിളിനൊട്ടും സഹിക്കാൻ കഴിയില്ല. അങ്കിള് വീണ്ടും വൈജാൻറ്റിയുടെ മുമ്പിൽ തോറ്റു പോകുന്ന പോലെ ആവില്ലേ? അതുകൊണ്ട് അങ്കിള് നിന്നോട് ദേഷ്യപ്പെട്ടത്. നീ അത് കാര്യമാക്കണ്ട അലീന. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. നീ ഇവിടുന്ന് പോയാൽ ഈ പ്രശ്നങ്ങളൊക്കെ വഷളാകുകയേ ഉള്ളൂ. ഇവരിങ്ങനെ ഈ വാശിപ്പുറത്ത് നടക്കുമ്പോൾ ഈ പിള്ളേരുടെ കാര്യം പോലും അവർ ശ്രദ്ധിക്കുന്നില്ല. അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും അവരെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താനും ഈ സമയത്ത് നീയും കൂടി ഇല്ലെങ്കിൽ അത് വലിയ പാടാവും എന്നൊക്കെ പറയുക കേട്ടോ മനു. അലീന പറയുന്നുണ്ട്, അതല്ല മനുവേട്ടാ, എന്നാലും എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചെന്നൊക്കെ ഓർക്കുമ്പം എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുകയാ. അമ്മയെ കാണണം എന്നുള്ളൊരാഗ്രഹത്തിലല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഇങ്ങനെയൊക്കെ ആകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. ഈ കുടുംബം ഞാൻ കാരണമാണോ ഇങ്ങനെ ആയെന്നൊക്കെ ഓർക്കുമ്പം എനിക്ക് വല്ലാത്തൊരു മാനസിക വിഷമം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അലീനെ ഒന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ മനു പറയുന്നുണ്ട്, നീ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. നീ ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, ഈ സത്യങ്ങൾ ബാലചന്ദ്രനങ്ങൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ സത്യങ്ങളൊന്നും മനസ്സിലാക്കാതെ തന്നെ ജീവിച്ചു പോവുകയല്ലായിരുന്നോ? അപ്പോൾ ഇതൊക്കെ ഒരു ദൈവനിശ്ചയമാണ്. നീ ഇങ്ങോട്ടേക്ക് വരണമെന്നും ഈ സത്യങ്ങളൊക്കെ അങ്കിൾ അറിയണം എന്നൊക്കെയുള്ളത് എല്ലാം ദൈവനിശ്ചയമാണ്. നീ അങ്ങനെ മാത്രം കണക്ക് കൂട്ടിയാൽ മതി. വൈജാൻറ്റി ഇത്രയും നാളും കാണിച്ചതിനൊക്കെയുള്ള ഒരു തിരിച്ചടിയാണെന്ന് കൂട്ടിക്കോ. 23 വർഷക്കാലം പരിവൃതയായ ഭാര്യയാന്ന് പറഞ്ഞ് നെളിഞ്ഞടക്കുകയല്ലായിരുന്നു അങ്കിളുടെ മുമ്പിലൂടെ. ഇത്രയും നാളും അങ്കിളിന്റെ കൂടെ ജീവിച്ചിട്ടും ഒരു പ്രാവശ്യം പോലും അങ്കിളിനോട് ഈ സത്യങ്ങളൊന്നും പറയാത്തതില്ല അങ്കിളിന് ദേഷ്യം. ആൻറ്റി നേരത്തെ ഇച്ചിരി മാനസാന്തരം കാണിച്ച് ഇച്ചിരി സ്നേഹത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അങ്കിളിനോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അങ്കിൾ അതൊക്കെ ക്ഷമിച്ചു പോയേനെ. അതും അല്ലാതെ ആൻറ്റി ചെയ്തത് എന്താ? എല്ലാത്തിനും അങ്കിളിനെ തന്നെ കുറ്റപ്പെടുത്തി. അങ്കിളാണ് എല്ലാത്തിനും കാരണമെന്ന് വരുത്തി തീർക്കുകയല്ലായിരുന്നോ? അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും തൻ്റെ ഭാര്യ തന്നെ ചതിക്കുകയായിരുന്നു എന്നറിയുമ്പം അത് ഏതൊരാണിനും സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്കിൾ ഇത്ര കടുത്ത നിലപാടൊക്കെ എടുക്കുന്നത്. അതിൽ നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. എന്തായാലും അങ്കിൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ. ഈ സത്യം വൈജാൻറ്റി അറിഞ്ഞാലും ഇല്ലെങ്കിലും നിന്നെ ഇവിടുന്ന് അങ്കിൾ എങ്ങോട്ടേക്കും വിടില്ല. അതുപോലെ തന്നെ അങ്കിളുടെ ജീവിതത്തിൽ നിന്ന് വൈജ എന്ന സ്ത്രീയെ അങ്കിൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇനി ഭാര്യയുടെ സ്ഥാനത്ത് ആൻറ്റി ഇല്ല. അതാണ് സത്യം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ എന്തൊക്കെ പറഞ്ഞ് അങ്കിളുടെ മനസ്സ് മാറ്റാൻ നോക്കിയാലും അങ്കിളുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയുള്ളൂ. അത് കോടതിയിൽ അങ്കിൾ തെളിയിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നതെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇനി ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഒരു മാർഗ്ഗവും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും
മനു പറയുന്നുണ്ട്, നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം, ഇനിയും സമയമുണ്ടല്ലോ. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ രണ്ടുപേരും ഒന്ന് മാറി ചിന്തിച്ചാലോ, അങ്ങനെയും സംഭവിക്കാമല്ലോ. ആരെങ്കിലും ഒരാൾ ഇവിടെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ നമുക്കൊന്നും ചെയ്യാനാവില്ല എന്നൊക്കെ മനു പറയുന്നുണ്ട്. അങ്ങനെ മനു അതും പറഞ്ഞ് അലീനെ ഒന്ന് സമാധാനിപ്പിക്കാണ് കേട്ടോ. അതിനുശേഷം ബബിതയുടെ അടുത്തും കൃഷ്ണമോളുടെ ഒക്കെ എടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനി അമ്മ ഈ വീട്ടിൽ നിന്ന് പോകാതെ നോക്കേണ്ടത് നിങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ബബിത പറയുന്നുണ്ട്, അമ്മ ഒരേ ഒരു കണ്ടീഷൻ അല്ലേ മനുവേട്ടാ വെച്ചുള്ളൂ, അത് ഇവൾ ഈ വീട്ടിൽ നിന്ന് പോകണമെന്നല്ലേ. ഇവൾ ഈ വീട്ടിൽ നിന്ന് പോയാൽ ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീരും. ഇവൾ ആദ്യം ഒന്ന് പോയാൽ മതി എന്നൊക്കെ ബബിത പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, അങ്ങനെ അലീന ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടേക്കും പോവില്ല. അലീനെ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടേക്കും പറഞ്ഞു വിടാൻ നിങ്ങളുടെ അച്ഛൻ തയ്യാറല്ല. അതുകൊണ്ട് അലീന ഇവിടെ നിന്ന് പോകുന്നോർത്ത് നീ സന്തോഷിക്കേണ്ടെന്നൊക്കെ തന്നെ ബബിതയോട് പറയുന്നുണ്ട്. എന്നിട്ട് ബബിതയെ വിളിച്ചിട്ട് മനു പറയുന്നുണ്ട്, ബബിതേ, എനിക്ക് നിന്നോടാണ് പറയാനുള്ളത്. രോഹത്തിന്റെ കാര്യം ഇപ്പം നിനക്കറിയാമല്ലോ. അവൻ ഒരു ചതിക്കുഴിയിൽ ചെന്നപ്പെട്ട് ആകെ നാണം കെട്ട് നാറി പുറത്തു പോലും ഇറങ്ങാൻ വയ്യാത്തൊരവസ്ഥയല്ലേ ഇപ്പൊ കഴിയുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് നിന്നോടാണ്. നിന്റെ കാര്യങ്ങളും എനിക്കറിയാം. നിന്റെ അച്ഛനും അമ്മയും ഒന്നും നിന്റെ കാര്യങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവരങ്ങനെ അറിയാൻ ഒരിട വരുത്തരുത്. അവരങ്ങനെ അറിയാതിരിക്കണമെങ്കിൽ അത് നീ തന്നെ മനസ്സ് വയ്ക്കണം. നിനക്കറിയാമല്ലോ, ഹരിയുടെ ഫ്രണ്ടിന്റെ കയ്യിലും നിന്റെ വീഡിയോ ഉണ്ട്. അതെങ്ങാനും ലീക്ക് ഔട്ട് ആയാൽ നിന്റെ അവസ്ഥ പിന്നെ എന്താവുമെന്ന് നിനക്കറിയാമല്ലോ. നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ നാണക്കേടുകളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നീയും നിന്റെ വക കൊടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് ബബിതയോട്. എന്നിട്ട് ബബിതയോട് പറയുന്നുണ്ട്, ഇനി അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതിൽ ഇടപെടാൻ നിൽക്കരുത്. നിങ്ങൾ രണ്ടുപേരും അച്ഛന്റെ കൂടെ തന്നെ ഉറച്ചു നിൽക്കണം. കാരണം അമ്മയെ ഇവിടെ പിടിച്ചു നിർത്താന്നുള്ളത് നിങ്ങളുടെ കൂടി ആവശ്യമാണ്. നിങ്ങൾ രണ്ട് പെൺകുട്ടികളാണ്. ഇനി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അമ്മ ഇവിടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് അമ്മയെ ഇവിടെ നിന്ന് പോകാതെ പിടിച്ചു നിർത്താൻ നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണെന്ന് പറയുകയാണ്. അതുപോലെ അമ്മ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. അച്ഛന്റെ കൂടെ നിങ്ങൾ നിൽക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നശിച്ചു പോകും. അമ്മ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകാൻ നിന്നാൽ നിന്റെ ജീവിതം നശിച്ചു പോകും എന്നൊക്കെ ബബിതയോട് പറയുന്നുണ്ട് കേട്ടോ. അമ്മ നിർബന്ധിച്ച് വിളിച്ചാൽ എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല എന്ന് ബബിത പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ വീഡിയോസൊക്കെ എനിക്ക് ആൻറ്റിയും കാണിക്കേണ്ടി വരും. സ്വന്തം മകൾ ഇതുപോലെയാണ് വഴിപഴിച്ച് നടക്കുന്നുള്ളതൊക്കെ എനിക്ക് അമ്മയെ കാണിക്കേണ്ടി വരുമെന്ന് പറയുക കേട്ടോ. അപ്പോഴേക്കും ബബിത ഒന്ന് ഷോക്കാവുന്നുണ്ട്. അയ്യോ മനുവേട്ടാ, അങ്ങനെ ചെയ്യല്ലേ, അച്ഛനെ അമ്മയും കാണിക്കല്ലേ എന്നൊക്കെ പറയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റുള്ളൂ. അമ്മ എന്ത് പറഞ്ഞാലും അമ്മയെ സപ്പോർട്ട് ചെയ്ത് നീ സംസാരിക്കരുത്. അമ്മ ഈ വീട്ടിൽ നിന്ന് പോകാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. അമ്മയെ ഇവിടെ പിടിച്ചു നിർത്തിക്കോണം. ഇനി അഥവാ ആൻറ്റിയുടെ കൂടെ നീയെങ്ങാനും പോകാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ഞാൻ ആൻറ്റിയെ കാണിച്ചിരിക്കും. അതുപോലെ നിന്റെ കള്ളക്കളികളെല്ലാം ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. അതോടുകൂടി നിന്റെ ജീവിതം തീരും. പിന്നെ അങ്കിള് നിന്നെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കാൻ നോക്കും. അതോടുകൂടി നീ പെട്ടുപോകും മോളെ. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് ബബിതയോട് പറയുകയാണ് മനു. അങ്ങനെ ബബിതയാണെങ്കിലും ചെകുത്താൻ്റെയും കടലിലും നടക്കുന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുക കേട്ടോ. അമ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും പറ്റത്തില്ല, അച്ഛനെ വിമർശിക്കാനും കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നിട്ട് മനു അലീനയോട് പറയുന്നുണ്ട്, അലീന, ഇവിടെ എന്ത് നടന്നാലും നീ അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകും. അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട. എന്തായാലും ഇപ്പൊ അങ്കിളും ആൻറ്റി ഇവിടെ തന്നെ ഉണ്ടല്ലോ. കുറച്ച് നാളിങ്ങനെ മുന്നോട്ട് പോകട്ടെ. അത് കഴിഞ്ഞിട്ടും ഇവരുടെ രീതികൾക്ക് മാറ്റമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. അതുവരെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുക. പിന്നെ ഞാൻ നാളെ തന്നെ എറണാകുളത്തേക്ക് പോകും. എനിക്ക് അത്യാവശ്യമായിട്ട് എറണാകുളം വരെ പോകണം. പോകാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ എന്നും പറയുക കേട്ടോ മനു. അങ്ങനെ മനു അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് യാത്രയാവുന്നുണ്ട്. അലീന ബബിതയെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് കിച്ചണിലേക്ക് തന്നെ കയറി പോകുന്നുണ്ട്. ബബിതയാണെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പെട്ട അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. താങ്ക്